നിങ്ങളറിഞ്ഞോ, ഖത്തറിൽ തടവിലായിരുന്ന മലയാളിയടക്കം 8 മുൻ ഇന്ത്യൻ നാവികരെ അങ്ങനെ ഖത്തർ വിട്ടയച്ചിരിക്കുന്നു. 18 മാസത്തോളം നീണ്ട നടപടിക്ക് ശേഷമാണ് ഇന്ത്യയിൽ അവരുടെ കുടുംബങ്ങൾക്കൊടുവിൽ ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ ഒരു പൊൻതുവൽ കൂടിയാണിത്, ഒരു സംശയവുമില്ല. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യ സഹമന്ത്രിയും മലയാളിയുമായ വി മുരളീധരൻ എന്നിവരുടെ നേതൃപാടവത്തിൻ്റെ ഒരു മികവ് കൂടിയാണിത്. ഇതോടെ ഇരുവരും ലോകം കണ്ട വിദേശകാര്യ വക്താക്കളാണെന്ന് വ്യക്തമായിരിക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്വീകാര്യത കൂടിയാണ് ഇവിടെ ഉറപ്പായിരിക്കുന്നത്. 8 ഇന്ത്യക്കാർക്കുമെതിരെ ഖത്തർ രാജ്യം ചുമത്തിയിരുന്നത് രാജ്യദ്രോഹ കുറ്റമായിരുന്നു. അതിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ തന്നെ സാധിക്കാത്ത നിയമങ്ങളുള്ള നാടാണ് ഖത്തർ. അവിടെ നിന്നുമാണ് ഈ 8 മുൻ നാവികരെ ഇന്ത്യ കുറ്റവിമുക്തരാക്കി നാട്ടിലെത്തിച്ചത്. ഇന്ത്യൻ നാവികസേനയിൽ സെയിലറായിരുന്ന മലയാളിയായ രാകേഷ് ഗോപകുമാർ, റിട്ടയർഡ് കമാൻഡർമാരായ പൂർണേന്ദു തിവാരി, അമൃത് നാഗ്പാൽ, സുഗുണാകർ പഗാല എന്നിവരടക്കം 8 പേർക്കാണ് ഇന്ത്യയുടെ നിർണായകമായ തന്ത്രപ്രധാനമായ ഇടപെടലിൽ പൊതുജീവൻ ലഭിച്ചത്. ഖത്തർ അമീറിന്റെ അവസാനത്തെ തീരുമാനപ്രകാരമാണ് ഇവർ 8 പേരെയും വിട്ടയച്ചത്. 2022 ഓഗസ്റ്റിൽ ഈ 8 പേരും അറസ്റ്റിലായത് മുതൽ ഇന്ത്യ നടത്തി വന്നിരുന്ന നയതന്ത്ര ഇടപെടലുകളുടെ വിജയം കൂടിയാണ് ഇപ്പോഴത്തെ വിധി. ഇക്കഴിഞ്ഞ ദുബായ് കാലാവസ്ഥ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതോടെയാണ് ഖത്തറിന്റെ ഇവരെ വിട്ടയച്ചുകൊണ്ടുള്ള തീരുമാനം വന്നത്. ഡിസംബറിലാണ് ഇവരുടെ വധശിക്ഷ ഖത്തർ അപ്പീൽ കോടതി ഇളവ് ചെയ്തത്. ദോഹയിലെ അൽദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് എന്ന കമ്പനിയിലാണ് ഈ 8 പേരും ജോലി ചെയ്യുന്നത്. കമ്പനിയുടെ MD ആയിരുന്ന പൂർണേന്ദു തിവാരി അടക്കം ഇവർ നാവികസേനയ്ക്കായി ഇറ്റാലിയൻ കമ്പനി ഫിൻസാൻഡിയർ നിർമ്മിക്കുന്ന അന്തർവാഹിനി സംബന്ധിച്ച വിവരങ്ങൾ ഇസ്രയേലിന് ചോർത്തിക്കൊടുത്തു എന്നായിരുന്നു ആരോപണം. ഇതിനൊപ്പം കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഒമാൻ സ്വദേശി ഖാമിസ് അൽ നജ്മിക്കെതിരെ കുറ്റം ആരോപിച്ചിരുന്നു. നജ്മി പിന്നീട് ഖത്തർ കോടതി ജാമ്യത്തിൽ വിട്ടു. 2023 മാർച്ച് 25-ലാണ് 8 പേർക്കുമെതിരെ ഖത്തർ കോടതി രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. രാജ്യത്തെ ഏറ്റവും കടുത്ത കുറ്റകൃത്യം എന്ന നിലയ്ക്ക് പരിഗണിച്ച ഈ കേസിൽ മാർച്ച് 29 തന്നെ വിചാരണ തുടങ്ങി. ഒക്ടോബർ 29-ന് ഖത്തർ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി ഈ 8 പേർക്കും വധശിക്ഷ വിധിക്കുകയായിരുന്നു. ഇതോടെ ഇന്ത്യ ഞെട്ടിയെങ്കിലും നയതന്ത്ര തലത്തിൽ പിടിമുറുക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി നവംബർ 9-ന് ഈ നാവികർ അപ്പീൽ നൽകി. ഡിസംബർ 28-ന് ഈ 8 പേരുടെയും വധശിക്ഷയിൽ ഇന്ത്യയുടെ നിർണായകമായ ഇടപെടൽ കാരണം ഇളവ് നൽകിക്കൊണ്ട് ഖത്തർ അമീറിൻ്റെ ഉത്തരവുമെത്തി. അങ്ങനെ 2024 ഫെബ്രുവരി 12-ന് ഈ 8 പേരെയും മോചിപ്പിക്കുകയായിരുന്നു. ഇന്ത്യൻ നാവികർ രേഖകൾ ചോർത്തിയിട്ടില്ല എന്ന തെളിവുകൾ സഹിതം ഖത്തർ അമീറിന് വിശ്വാസം വന്നതിനാലാണ് ഇന്ത്യക്കാർക്ക് ഈ ഇളവ് ലഭിച്ചതും. എന്തായാലും 2ാം തവണ കാലാവധി തയ്ക്കാനിരിക്കുന്ന മോദി സർക്കാരിന് അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഈ വിട്ടയക്കൽ. തൽക്കാലം രാജ്യത്ത് ഇതിൻ്റെ പേരിൽ ആഘോഷ പരിപാടികളൊന്നും പാടില്ലെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയും ഖത്തറും തമ്മിൽ നടത്തിയ നീക്കങ്ങളെല്ലാം അതീവ രഹസ്യ ഔദ്യോഗിക സ്വഭാവത്തോടെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിലും രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും മോദി സർക്കാരിന് മറ്റൊരു പൊൻതുവൽ കൂടിയായി മാറിയിരിക്കുന്നു ഈ 8 നാവികസേന ഉദ്യോഗസ്ഥരെ വധശിക്ഷ ഇളവ് ചെയ്ത് അവരെ ജയിലിൽ നിന്നും വിട്ടയച്ച് അതിൽ 7 പേരെയും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ച ആ നടപടി.